അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആൻ പറയാൻ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുറഫന വലാ യൗദൈ. നബിയെ തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മുസ്ലിം വനിതകളോട് അവരുടെ ജിൽബാബ് അത് മാറിലേക്ക് ഇറക്കിയിടാൻ പറ. അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഖുർആൻ. ഇതിന്റെ പേരാണ് ഹിജാബ്. ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ? ഹിജാബ് ഇടുമ്പോൾ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന തുണി കഷ്ണത്തിനാണ് ഇത് പറയാം. ഇത് ഇത്രയും പോരാന്ന്. പിന്നെ ഖുർആൻ പറയുന്നു അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയിടണം. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു 10-35 കൊല്ലം മുമ്പ്, ഇവിടെ ഇരിക്കുന്ന നരച്ചവരോട് ഞാൻ ചോദിക്കാം, ഒരു 10-35 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 2-ാം മുണ്ടുണ്ടാവും. ആ മുണ്ട് ഇങ്ങനെ അങ്ങ് ഇടും. അവള് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തും. കണ്ടിട്ടത്? ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. പുരുഷന് ആകർഷകത്വം തോന്നാൻ സാധ്യതയുള്ള സ്ഥലമാണത്. അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ. അതാണ് ഹിജാബ്. ഇന്നിപ്പോ അതല്ല ഏറ്റവും വലിയ പ്രശ്നം. 6 കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണമെന്നൊറ്റ ഡിമാൻഡ് മാത്രം. പരീക്ഷാ ഹാളിലേക്ക് സൂപ്പർവൈസറോട് ചെന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട്, സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയും പറഞ്ഞു പറ്റില്ല എന്ന്. അവളെ പരീക്ഷ എഴുതിച്ചില്ല. സൂപ്പർവൈസറെ ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ടു. ഇതൊക്കെ ഉണ്ടായതാ ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യ ബഹുമാനികളെ, ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, വിഷമിപ്പിക്കുന്നതല്ല. പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെപ്പോൾ ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? എന്താ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്? ഇന്നത്തെ വാർത്ത എന്താ? ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ?